വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്യാൻവാസ് വെച്ച് എങ്ങനെയാണ് കഴുത്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോയുമായാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്ന് അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ചുരിദാറിൻ്റെ നെക്ക് എങ്ങനെയാണ് ക്യാൻവാസ് വെച്ച് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്ക്വയർ സൈസിലുള്ള ക്യാൻവാസ് ഞാൻ ഇതുപോലെ രണ്ടായി മടക്കി വെച്ചു. അതുപോലെ ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ വരച്ച് വെച്ചിട്ടുണ്ട്. ഈ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഷേപ്പ് കിട്ടിക്കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് ഒരു 1/4 ഇഞ്ച് കുറച്ച് വേണം ഇതിൻ്റെ ശരിക്കും വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു 1/4 ഇഞ്ച് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കളയും. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ 1 ഇഞ്ചോളം വീതിയിലാണ് ഞാൻ ഈ ക്യാൻവാസ് കട്ട് ചെയ്തത്. ചുരിദാറിൻ്റെ പീസ് തുണിയിൽ ക്യാൻവാസ് ഇതുപോലെ വെച്ച് കൊടുത്തു. ഇവിടെ കുറച്ച് തുണി ബാക്കി വെക്കണം. അത് ഇതിൻ്റെ മുകളിലേക്കൊന്ന് നമുക്ക് മടക്കി തയ്ക്കണം. അതിന് ശേഷം ചെയ്യേണ്ടത് അയൺ ബോക്സ് വെച്ച് ഇതുപോലെ ഒന്ന് നന്നായി അയൺ ചെയ്ത് ഒന്ന് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു 1/4 ഇഞ്ച് സീം അലവൻസ് വെച്ചിട്ട് ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് ഇത് നമ്മുടെ ചുരിദാറിൻ്റെ മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ക്യാൻവാസ് ഞാൻ തുണിയുടെ നല്ല വശത്തിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ച് കൊടുക്കും. അതിനുശേഷം ഈ 1/4 ഇഞ്ച് സീം അലവൻസ് കൊടുത്ത ഇതിലേക്കൂടി ഈ സൈഡിലേക്കൂടി തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അതിനുശേഷം കട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് മറിച്ചിട്ട് തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിൻ്റെ മുകളിൽ ലൈനിങ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ 1/4 ഇഞ്ച് നമ്മൾ സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലേക്കൂടി സ്റ്റിച്ച് ചെയ്യണം. ഒരിക്കലും ക്യാൻവാസിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് മറിച്ചിടാം. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഇവിടെ ഇടാം. ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മറിച്ചിടാം. മറിച്ചിട്ട് കൊടുത്തപ്പോൾ ഇതിൻ്റെ കഴുത്ത് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ നന്നായി നിൽക്കണമെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ചെയ്യേണ്ടത് ക്യാൻവാസിന് നമ്മൾ യോജിപ്പിച്ച തുണി ഇതുപോലെ ഇങ്ങനെ മടക്കി ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് നമ്മുടെ ലൈനിങ്ങിൻ്റെ മുകളിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈത്തുന്ന് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നിങ്ങൾ ഇതുപോലെ ഈ സൈഡിലേക്കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ക്യാൻവാസ് വെച്ച് എങ്ങനെയാണ് കഴുത്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം, താങ്ക് യു.